എങ്ങനെയുണ്ട്? കൊള്ളാമോ? അങ്ങനെ അടുത്ത ചോക്കർമാല ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ മാല ഇഷ്ടപ്പെട്ടല്ലോ. ഇതിനൊരു കണക്കുണ്ട്. ഇതിനിടയ്ക്ക് ഇത് കണ്ടിട്ടേക്കുന്ന കണക്കാണ്. അപ്പോൾ വന്നിട്ട് ഈ ഒരു ഷേപ്പ് വരുമ്പോഴത്തേക്ക് അതിന് വേറൊരു കണക്ക്. അപ്പോൾ ഇതൊക്കെ ഒരു കണക്കാണ്, അല്ലാതെ ഞാൻ ചുമ്മാ അങ്ങ് ചെയ്യുകയല്ല. ഹലോ, ഹായ്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വന്നേക്കുന്ന ചോക്കർ മാലയുടെ കുറച്ച് ഡിസൈനുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കിയോ? എനിക്ക് 1-2 പേരൊക്കെ വളകൾ ചെയ്തൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഫോട്ടോസ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോക്കർ മാല നമുക്ക് തുടങ്ങാം. ഇതാ ഒരു ഡിസൈൻ, ഇതാണ് ഒരു ഡിസൈൻ. ഇത് പിന്നെ ചോക്കർ മാല ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ കഴുത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് മുത്തിൻ്റെ കണക്ക് ഇങ്ങനെ വെച്ച് നോക്കണം, ഇവിടം വരെ നോക്കണം. ഇവിടെ വരെ നമുക്ക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ബാക്കി ഈ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ സെയിം കണക്കാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മുത്തുകൾ ചെയ്താൽ എവിടെയെങ്കിലും ഒരു പുതിയൊരു ഡിസൈൻ കണ്ടാലും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? വൺ സൈഡിൻ്റെ കണക്കെടുക്കണം. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ചിലർ നമ്മളിങ്ങനെ നോക്കിയാലോ ഫോട്ടോസൊക്കെ ഒന്നും എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് അതിൻ്റെ വൺ സൈഡിൻ്റെ കണക്ക് അങ്ങ് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ മറു സൈഡും അത് തന്നെയാണെന്നുള്ളത്. അങ്ങനെയൊക്കെ ഞാൻ ഈ ബോംബെയിലൊക്കെ പോകുമ്പോൾ പുതിയ ഡിസൈനൊക്കെ ചില ഷോപ്പുകാർ സമ്മതിക്കത്തില്ല. അപ്പം എല്ലാം ഇവിടെ നിന്നുകൊണ്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചോക്കർ മാലയ്ക്ക് എന്തൊക്കെയാണ് എടുത്തേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും നമ്മൾ അറിയാതെ പറഞ്ഞു വന്നു കേട്ടോ. ചോക്കർ മാലയ്ക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ക്രിസ്റ്റലിൽ ഒപ്പേക്കാണ്. ഒപ്പേക്ക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു ക്രിസ്റ്റലുണ്ട്. അത് ഇങ്ങനെ ഇരിക്കും. അതിനൊരു ചെറിയൊരു ഷൈനിങ് മാത്രമേ ഉള്ളൂ. ഇതിന് പല കളേഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ അതാണ് എടുത്തേക്കുന്നത് ഇന്ന്. ഇതിനകത്ത് ഡിസൈൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത്. അതിൽ ഹോള് കണ്ടോ? ഈ ഹോള് കണ്ടോ? ഇഷ്ടം പോലെ ഹോളുണ്ട്. അപ്പോൾ അതൊരു മിഡിൽ പ്ലേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചേടാപ്പെട്ടി, അതായത് സമോസ എന്ന് പറയും പല സ്ഥലത്തും. അപ്പോൾ ചേടാപ്പെട്ടി പല ഡിസൈനിൽ വരുന്നുണ്ട്. ഒരു ഡിസൈൻ ഞാൻ എടുത്തിരിക്കുകയാണ്. സ്റ്റോണൊക്കെ ഉണ്ട്. ഇപ്പോൾ ചേടാപ്പെട്ടി കണ്ടല്ലോ, സമോസ എന്ന് പറയുന്ന സാധനം സമോസ പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചേടാപ്പെട്ടി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഈ മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ടെറാക്കോട്ടയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയൽസിനെ പറ്റി ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിച്ചിരിക്കുന്നു. അതിൻ്റെ പേരെന്താ, ഇതിൻ്റെ പേരെന്താണെന്ന്. അപ്പം ഞാനൊരു ജ്വല്ലറി ചെയ്യുമ്പോൾ അതിൻ്റെ സകല പേരും പറഞ്ഞാണ് പോകുന്നത്. എങ്കിലും എൻ്റെ ഈ ബുക്കിനകത്ത് ഞാൻ ഈ അത്യാവശ്യമുള്ള മെറ്റീരിയൽസിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ എല്ലാ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ മോഡലുകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇതൊക്കെയാണ് ഒരു ആവറേജ് സംഭവങ്ങൾ ഇതിനകത്തുള്ളത്. പിന്നെ അതുപോലെ ബേസിക് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന വിധം ഉൾപ്പെടെയാണ് ഒക്കെ ഞാൻ ഓരോന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും ചെയ്യുന്ന വിധം നമ്മൾ ഇതിനകത്ത് ഇത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര വർഷത്തിന് മുമ്പ് ഞാൻ ഇറക്കിയ ബുക്കാണെന്നുള്ളത്. അപ്പോൾ എന്ത് കഷ്ടപ്പെട്ട അന്നൊക്കെ എന്ന് വെച്ചാൽ വീഡിയോസ് പോലും എടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇറക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആൾക്കാരുടെ മനസ്സിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാൽ മാത്രമായിരിക്കും. അപ്പോൾ ഈ ബുക്കുകളെല്ലാം ഇന്ന് നമുക്ക് കൊറിയർ പോകേണ്ട സംഭവം എടുത്തു വെച്ചേക്കാണ് ബുക്കുകളെല്ലാം. അപ്പോൾ ഇതാണ് നമ്മൾ നെഗറ്റീവ് കമൻസൊക്കെ കണ്ടല്ലോ, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, എന്തിനാ വെറുതെ പറയുന്നത്. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ഇതിനാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ വയറാണ്. ഗിയർ വയർ എനിക്ക് ഷോപ്പുള്ളപ്പോൾ എല്ലാ കളറുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഷോപ്പില്ലാത്തതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തി അടയാണ്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവരുടെ കയ്യിൽ ഗോൾഡ് ഇല്ല, അവർക്ക് സിൽവർ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഗോൾഡിന് കിടന്ന് പിടിച്ചിട്ട് കഥയില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ശരി സിൽവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ സിൽവർ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാം എന്ന് വെച്ച് നമ്മൾ ഓരോന്ന് കളർ തന്നെ ഇടുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഒരാൾ കമൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, കമൻസിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ വയർ പൊട്ടിപ്പോകുന്നു എന്നുള്ളത്. ഗിയർ വയറിൽ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാ സംഭവത്തിലും ഉണ്ട് അങ്ങനത്തെ 2-3 കാറ്റഗറി അവർ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കടക്കാരുടെ ആ സൗകര്യാർത്ഥം അവരെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല സാധനം വേണമെന്ന് പറഞ്ഞാണ് ഞാൻ ഓരോന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അത് ഞാൻ നോക്കിയിട്ടേ ആൾക്കാർക്ക് കൊടുക്കാറുമുള്ളൂ. അപ്പോൾ എനിക്കറിയാം, ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകാർക്ക് എന്നെ അറിയാം, അവരെനിക്ക് നല്ല സാധനങ്ങളെ തരത്തുള്ളൂ, ഞാൻ അങ്ങനത്തെ എടുക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. നമുക്ക് ഇത് നിങ്ങളൊന്ന് കരിച്ച് നോക്കുക. എൻ്റെ ഒരു
ചെറിയൊരു ഒരു അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. ഈ ഗിയർ വയർ കുറച്ച് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ തീക്കകത്ത് വെച്ചിട്ട് ഒന്ന് കരിച്ച് നോക്കുക. അപ്പോൾ അത് അങ്ങ് കംപ്ലീറ്റ് പോകുന്നെങ്കിൽ അതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണമില്ല. ഈ പറയുന്നത് പൊട്ടിപ്പോകും. പക്ഷേ അതിനകത്ത് ഒരു നൈസ് കമ്പി വരുന്നുണ്ട്, ചെറിയൊരു കമ്പി. ആ കമ്പി ഉണ്ടെങ്കിൽ ആ ഗിയർ വയർ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. 10-14 വർഷത്തിന് മുമ്പുള്ള ഗിയർ വയറൊക്കെ എൻ്റെ കയ്യിൽ എൻ്റെ ആവശ്യത്തിന് ഇരിപ്പുണ്ട്, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഞാൻ ഈ ടെറാക്കോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലിങ്ങനെ കെട്ടിയിടും, അതിൻ്റെ ബീഡ്സുകളൊക്കെ എല്ലാം ഒന്നിച്ച് കെട്ടിയിട്ടാണ് ഞാൻ ഫയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പി മാത്രമായിട്ടാണ് എനിക്ക് കിട്ടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗിയർ വയർ കമ്പി ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്, നൈസ് കമ്പി ആയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പിന്നെ എന്നിട്ട് നമ്മൾ ഇതിനകത്ത് അടുത്ത ഞാനൊരു ചെയിനാണ് ഉപയോഗിക്കുന്നത്. ഈ ചെയിനൊക്കെ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡി പ്ലേറ്റിന് പകരം ഞാൻ എത്ര ലെയർ വേണം, ഇതൊരു ഫാഷനും കൂടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു കിടക്കുന്നത് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒക്കെ കാണാൻ ഒരു നല്ല ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ലെയർ തിരിഞ്ഞും വരും. നമുക്കിപ്പോൾ 2 ലെയർ ആണെങ്കിൽ ഈ 2 കട്ട് ചെയ്തെടുക്കുക, ഈ 2 അതിനെ എടുക്കുക. 3 ആണെങ്കിൽ 3, 4 ഇങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള സംഭവം. ഇത് നല്ലതാണ് കേട്ടോ. ഇത് റോസ് ഗോൾഡിൻ്റെ ചെയിനാണ്, ഇത് ഒരു കുഴപ്പവും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ബോംബെയിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ്. ഗിയർ വയറിന് ആവശ്യമുള്ള സംഭവമാണ് ഗിയർ ലോക്കാണ് വേണ്ടത്. അപ്പോൾ ഇത് ഗോൾഡും ഉണ്ട്, സിൽവറുണ്ട്, ആൻറ്റിക്കുണ്ട്. പക്ഷേ ഞാൻ ഈ ഗിയർ വയർ സിൽവർ കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് സിൽവർ ഇടാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇതിനകത്ത് മറ്റ് ഐറ്റംസ് എല്ലാം കൊടുത്തേക്കുന്നത് ഗോൾഡാണ്. അപ്പോൾ അതുകൊണ്ട് ഗോൾഡാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ അകത്തൂടെ പോകുന്നതുകൊണ്ട് കാണത്തില്ല, ആ ഒരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ ബാക്ക് ത്രെഡ്, ബോംബെയിൽ ഇതിന് ഗോണ്ട എന്നാണ് പറയുന്നത്, ബോണ്ടയല്ല കേട്ടോ, ഗോണ്ട. അപ്പോൾ അത് പിന്നെ ഞാനിപ്പോൾ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സെയിം കളറിൽ തന്നെ ബാക്ക് ത്രെഡ് ഈ ഗോണ്ട ഞാൻ ഉണ്ടാക്കിയെടുക്കും. സിൽക്ക് ത്രെഡ് ജ്വല്ലറി, സിൽക്ക് ത്രെഡിൽ വെച്ച് അത് നമുക്ക് ഒരു ദിവസം കാണിക്കാം. കാരണം വെച്ചാൽ അതിനൊക്കെ നല്ല റേറ്റ് കിട്ടുന്നതാണ്. സ്റ്റാൻഡേർഡായിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ത്രെഡ് പിടിച്ച് നോക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കും, ഇതുപോലൊക്കെ ഇരിക്കും. അപ്പോൾ ഇതില്ലെങ്കിൽ വേറൊരു വഴി ചെയ്യാം, ഇതിങ്ങനെ അങ്ങ് ഇരുന്നോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ കുഞ്ചലുണ്ടല്ലോ, ഈ കുഞ്ചലം അങ്ങ് നമ്മൾ മാറ്റിയിട്ട് ഈ കളർ നമുക്ക് ഇത്തിരി കട്ടിക്ക് കൊടുക്കാൻ പറ്റും. അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ ഫുൾ വർക്ക് ചെയ്ത് നമുക്കൊരു ദിവസം ഉണ്ടാക്കാം കേട്ടോ, കാണിച്ചു തരാമേ. ഇതിനെല്ലാം ഓരോ സമയം വേണമല്ലോ. അപ്പോൾ സ്റ്റെപ്പായിട്ടൊന്ന് ഞാൻ പറഞ്ഞു. ഓരോരുത്തർ ചാടിക്കറി അത് കാണിക്കും ഇത് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ എല്ലാം കാണിച്ചുതരാം. എനിക്ക് ഷോപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ദിവസം കൂട്ടിപ്പോകാം. അപ്പോഴും നിങ്ങൾക്ക് മാക്സിമം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. പിന്നെ എന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു അമ്മ വിളിച്ചിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഗുരുവായൂരിൽ നിന്ന് ഒരു അമ്മ വിളിച്ചിരുന്നു. ആ അമ്മയ്ക്കും തൃശ്ശൂർ അമ്മയ്ക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി അറിയിക്കുന്നു. ഓക്കെ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എനിക്ക് ആരൊക്കെയാണെന്ന് പോലും അറിയില്ല. പിന്നെ ഈ അമ്മമാരെ എടുത്ത് പറയാൻ കാര്യം വെച്ചാൽ അവർ നല്ല ഏജായവരാണല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞോളൂ. ഇവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗിയർ വയർ ഞാൻ എടുക്കാൻ പോവാണ്. ഗിയർ വയർ ആരും പോയി കടകളിൽ പോയിട്ട് എനിക്ക് 1 മീറ്റർ 2 മീറ്റർ താന്ന് ഒരിക്കലും ചോദിക്കരുത്. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കുന്ന ഗിയർ വയർ നമ്മുടെ കയ്യിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ ഒടിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഈ മാല ചെയ്താലും ഇതേ രീതിയിൽ തന്നെ ആ മാല കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫുൾ ഗിയർ വയർ വാങ്ങിക്കുക. അതിന് വലിയ റേറ്റൊന്നും വരുന്നതല്ല. പണ്ടായിരുന്നു ഈ 40 രൂപയ്ക്ക് 60 രൂപയ്ക്കായിരുന്നു, ഇപ്പം മാറിയോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒടിഞ്ഞതിന് നമുക്ക് ഇനി ആവശ്യമൊന്നുമില്ല, അത് ഉപയോഗമില്ലാത്ത സാധനമാണ്. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഗിയർ വയർ എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കൂടുതൽ എടുക്കുന്നുണ്ട്, പറഞ്ഞുതരാം എന്തിനാണെന്നുള്ളത്. എടുത്തിട്ട് ഇതിപ്പോൾ കട്ട് ചെയ്യുകയാണേ. എനിക്കിനി ഒരെണ്ണം കൂടി വേണം. 3 ലെയറാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, 4 ലെയർ ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ ഗിയർ വയർ എടുക്കാൻ പോവാണ്. എടുത്തിട്ട് ഈ ഒരു ലോക്ക് വരുന്നില്ലേ, ഇതാണ് ഇങ്ങനെ ഇവിടെ വെച്ച് കയറ്റി വെച്ചിട്ട് വേണം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത് സുരക്ഷിതമായിട്ട് നിൽക്കും. അല്ലെങ്കിൽ പിന്നെ ഡ്രെന്ന് പറഞ്ഞാൽ മൊത്തം അങ്ങ് പോവും. പിന്നെ കിടന്ന് നമ്മൾ ചുറ്റി എടുത്ത് എല്ലാം ഓടിച്ച് പരുവാക്കി കളയും. അപ്പോൾ തുടങ്ങാം. എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ.
അപ്പോൾ ചോക്കർ മാലയ്ക്ക് ഞാൻ 3 ലെയറാണ് എടുത്തേക്കുന്നത്. 3 ലെയറിനുള്ളതാണ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? 6 ലെയറിൻ്റെ ചേടാപ്പെട്ടി 6 ലെയറിൻ്റെ ചേടാപ്പെട്ടി എടുക്കണം. എന്തിനെന്നറിയോ? ഇത് കുറച്ച് വലുതായതുകൊണ്ട് നമ്മൾ ഒന്നിട വിട്ട് ഹോളിലാണ് കയറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മണ്ട കയറിയിരിക്കും. അതുകൊണ്ട് നമ്മൾ 6 ഹോളുള്ള ചേടാപ്പെട്ടി അല്ലെങ്കിൽ സമോസ എടുക്കുക. കണ്ടോ ഒന്ന് വിട്ടിട്ടുണ്ട്. ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൻ്റെ ലോക്ക് ആവശ്യമില്ല. ഇനി അടുത്തതിന് നമുക്ക് ഈ 2 എണ്ണം ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അടുത്തതിന് ലോക്ക് ആവശ്യമാണ്. അപ്പോൾ ലോക്ക് ഇടാൻ പോവാണേ. ഇതൊരു കുഞ്ഞാം സംഭവമാണേ. അപ്പം ലോക്ക് ഇങ്ങനെ എടുക്കുക. ഇതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുക. കണ്ടോ? എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യുക. ഒടിയാതെ നോക്കണേ. മറ്റ് ഗിയർ വയറും കൂടി ഒടിയാതെ നോക്കണം. ഇങ്ങനെ വെച്ചിട്ട് കാണാമോ നിങ്ങൾക്കൊക്കെ? ഇങ്ങനെ പ്രസ് ചെയ്യുക. കണ്ടോ? അത് ലോക്കായി. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയല്ലേ. കട്ട് ചെയ്ത് കളഞ്ഞാലുള്ള ദോഷം എന്താണെന്നറിയാമോ? നമ്മളൊരു മുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഈ മുത്തിൻ്റെ ഒരു പകുതി ഇട വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കൊള്ളും. അതുകൊണ്ട് ഈ മുത്തെല്ലാം ഇതിനകത്തോട്ട് കയറ്റി വിടുക. അപ്പം നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണേ. 6 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. 6 വെച്ചാണ് ഓരോ 3 ലെയറിലും ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് അവിടെ കിടക്കട്ടെ. നമുക്ക് ലാസ്റ്റ് അതിനെ കണക്ട് ചെയ്താൽ മതിയേ, കയറ്റി വിട്ടാൽ മതി. അപ്പോൾ ഈ പറഞ്ഞില്ലേ റോസ് ഗോൾഡ് എന്ന് പറയുന്ന ആ ഒരു ചെയിൻ 3 ലെയർ ഞാൻ എടുക്കുകയാണ് എൻ്റെ ഇടയ്ക്ക് ഇടാൻ വേണ്ടി. ഇത് നമുക്കൊരു നഷ്ടമല്ല. ഇതിനിങ്ങനെ അകത്തിയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആകത്തില്ല. പിന്നെ തിരിച്ച് നമുക്കങ്ങ് അതുപോലെ തന്നെ കയറ്റി വയ്ക്കാൻ പറ്റും. കളയണ്ട. അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇതാണ്, ചെയിനാണിത്. എന്നിട്ട് തിരിച്ചിങ്ങനെ അങ്ങ് വയ്ക്കുക. കണ്ടോ? ഇപ്പം നമ്മൾ ചെയിൻ ഇതാണ്ട് 3 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടോ? 3 എണ്ണം. ഇനി ഈ 3-ലൂടെ നമ്മൾ ഇത് ഗിയർ വയർ കൊടുക്കണം. അപ്പോൾ നമുക്കൊരു മിഡിൽ പ്ലേറ്റ് പോലെ കിടന്നോളും. മിഡിൽ പ്ലേറ്റിന് ആരും കിടന്ന് ഓടണ്ട. ഇതിൻ്റെ പല കളറുണ്ടേ. ഇത് രസമാണ് കേട്ടോ. നല്ല രസത്തിൽ ഈ മാല പോകും. ഇതുപോലെ നമ്മൾ ലെയർ മാല വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ കിടക്കും. ഞാനിത് ഒന്നിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുത്തത്. ഉണ്ട്. ഞാൻ ഈ വയറിനകത്തോട്ട് നമ്മുടെ ഈ ഭാഗത്തൂടെ കയറ്റുകയാണ്. ബാലൻസ് വന്ന് ഗിയർ വയറുള്ള കയറ്റി വിടണം. ഇപ്പോൾ അത് അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. നമ്മൾ ഫുൾ വർക്ക് ചെയ്യുമ്പോഴേ അത് അടങ്ങി. കണ്ടോ? ഇങ്ങനെ കിടക്കും. ഇവിടം വരെയുള്ള കണക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ വെച്ച് നോക്കും. എനിക്ക് കൂടുതലാണോ അത് കുറവാണോ എന്നുള്ളത് ഞാൻ നോക്കും. 2, 4, 6, 8, 10 അങ്ങനെ 3 എണ്ണത്തിലും ഇടാം. 10 പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ അളവ് ഞാൻ 10 എന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞു. ഞാൻ വെച്ച് നോക്കിയപ്പോൾ ശരിയായില്ല. അപ്പോൾ 17 ഈ ഭാഗത്ത് 17 ഇട്ടിട്ടുണ്ട്. ഇവിടെ 17, ഇവിടെ 6 ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടം വരെ നമുക്ക് കറക്റ്റായിരിക്കും, കൃത്യമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തരുടെ കഴുത്തിൻ്റെ അളവാണ് നോക്കേണ്ടത്. നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ ചോക്കറല്ലേ, നമുക്ക് ഒരുപാട് ഇറങ്ങേണ്ട ആവശ്യമില്ല. അത് ഇവിടം വരെ. അപ്പം നിങ്ങൾ വെച്ച് ഇതുപോലെ നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ വീണ്ടും ഇതുപോലൊരു 3 മിഡിൽ പ്ലേറ്റ് എന്നുള്ള ആ ചെയിൻ ലോക്ക് ചെയ്യാൻ പോകണേ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ 2 മുത്ത് വെച്ചിട്ട് ഇനി ഈ ഒരു മിഡിൽ പ്ലേറ്റ് കൂടി ഇടാൻ പോവുകയാണ് ഞാൻ. ഇതിൻ്റെ പേര് മീനാക്കാരി എന്നാണ്. ഈ മീനാക്കാരി ഇത് തന്നെ വേണമെന്ന് നിങ്ങൾ വാശി പിടിക്കല്ലേ. കാരണം ഇത് പല മോഡലിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കിഷ്ടമുള്ള നമ്മൾ എടുക്കുന്ന ക്രിസ്റ്റലിന് അനുയോജ്യമായ രീതിയിലുള്ള മീനക്കരി മിഡിൽ പ്ലേറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല ഷോപ്പുകൾ കയറിയാലേ നമുക്കൊന്ന് വെറൈറ്റി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പല സ്ഥലത്തു നിന്നായിട്ടൊക്കെയാണ് ഇത് എടുക്കുന്നത്. ഉണ്ട് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ നമ്മൾ 3 എണ്ണം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നടുക്കെല്ലാം നമുക്ക് ഇതുപോലെ ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കണേ.
ഈ 2 ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഓരോന്ന് ഇട്ട് കൊടുക്കണം. ഓരോന്ന് മതി. നിങ്ങൾ ആദ്യം ഈ 2 ഇട്ട് നോക്കണം, പിന്നെ അല്ലെങ്കിൽ 3 ഒക്കെ ഇട്ട് നോക്കണം. ഇടയ്ക്കത്തെ ക്രിസ്റ്റലിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമുക്ക് ഏതാ ഭംഗി, അതിനകത്ത് നമുക്കൊരു അനുയോജ്യമായിട്ട് തോന്നുന്നത് മാത്രം ഇടുക. എൻഡിൽ മാത്രം നമുക്ക് 2 കൊടുത്താൽ മതി. ഇനി ഞാനിത് ചെയ്ത് ഇവിടെ വരെ ആക്കിയിട്ട് പറഞ്ഞുതരാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇടുമ്പോഴത്തെ ഇതിൻ്റെ ഒരു റൗണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇച്ചിരി 2 ക്രിസ്റ്റൽ നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എങ്കിലേ അത് കറക്റ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഗിയർ വയർ കാണാൻ പറ്റും. അപ്പോൾ മേളിലെല്ലാം ഓരോന്നും, താഴെ വന്നിട്ട് 2. അപ്പോൾ സൈഡും ഈ 2 വെച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു 1 സൈഡ് തീർന്നു. ഇനിയും കറക്റ്റ് നമ്മൾ ഇതേ മെത്തേഡിൽ അങ്ങോട്ട് പോയേച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി ലോക്ക് ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ കണക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്, ഇതേ കണക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമുക്ക് അറിയേണ്ട കണക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അത്രയും വ്യത്യാസമുള്ളൂ, ഇത്രയും കണക്കും ഉള്ളൂ. അപ്പം ഞാനിനി ലോക്ക് ചെയ്യാൻ പോവാണ്. ഇതായി ഒരു സമോസം കൂടി ഇരിക്കുന്നല്ലോ, അത് ലോക്ക് ചെയ്യാനുള്ളതാണ്. ആദ്യം നമ്മൾ ഈ ചെറിയ ഈ ലോക്ക്, ഗിയർ ലോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ലോക്കുകളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ, ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ചോണം. ഒന്ന് ഇവിടുന്ന് എടുത്ത് ലോക്ക് ചെയ്യരുത് ആദ്യം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലോക്ക് ചെയ്യേണ്ട സംഭവം. ഗിയർ വയറെ ആദ്യം ഇവിടുന്ന് ലോക്ക് ചെയ്യുക. പിന്നീട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഓർമ്മയില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. ഇതാണ് ഫസ്റ്റ് ഇടേണ്ടത്. അടുത്ത ലോക്ക് ഇത്. ഇതിന് ഒരെണ്ണം നിങ്ങളെ കാണിച്ചു തരാം. ഇതിന് തിരിച്ച് നമുക്ക് ഈ ലോക്കിനകത്തൂടെ കയറണം. അതിനാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നേരത്തെ ഇട്ടേക്കുന്നത് അതിനാണ്. ഞാൻ ഒരു മുത്തിനകത്തൂടാണ് ഇട്ടേക്കുന്നത്, കണ്ടോ. അപ്പോൾ നമ്മുടെ ആ കെട്ട് ആരും കാണത്തില്ല. തിരിഞ്ഞു വന്നിട്ടുള്ള ദേഹത്ത് കുത്തും അങ്ങനത്തെ ഇതൊന്നും പേടിക്കുകയും വേണ്ട. കണ്ടോ, ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിരിക്കും. പിന്നെ കൂടുതൽ അങ്ങ് വലിക്കല്ല, ആ വളവൊക്കെ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് നമ്മളൊരു എല്ലാം ഒന്ന് ഏകദേശം ആക്കി വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത ലോക്ക് ചെയ്യാനായിട്ട്, പ്രസ് ചെയ്യാനായിട്ട് കേട്ടോ. എല്ലാം കറക്റ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്യാവും. എന്നിട്ട് ഈ മുത്തിനകത്തൂടെ തന്നെയാണ് നമ്മൾ കയറി വരേണ്ടത്. 1 or 2 മുത്തിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയാലും കുഴപ്പമൊന്നുമില്ല. ലോക്കിങ് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ടിട്ട് ലോക്ക് വേണമെങ്കിലും ചെയ്യാം നമുക്ക്, നമ്മുടെ സൗകര്യാർത്ഥം. ഈ മുത്തിനകത്തൂടെ കയറ്റുക. കണ്ട ഇങ്ങനെയാണ് വലിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കട്ടെ. കാര്യം വെച്ചാൽ നമ്മളിതെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം. അവസാനമേ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മൊത്തവും എടുത്ത് ലോക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിരുന്ന് വിഷമിക്കാൻ പാടില്ല. ഇവിടെയൊക്കെ കൃത്യമാണോ, നൂല് കാണാമോ, ഇതൊക്കെ നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം അതിനെ ഒന്ന് സേഫ് ആക്കി വെക്കുകയാണ്. ഇതാണ്ടേ, ഇത് കണ്ടോ, ഏറ്റവും താഴത്തെ വന്നിട്ട് ഇത്രയും ഗ്യാപ്പ് കാണുന്നുണ്ട്, കണ്ടോ. അതിനാണ് നമ്മൾ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ്, കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് വലിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള അതെല്ലാം മുകളിലോട്ട് തന്നെ വരും. ഓക്കെ, അപ്പം കറക്റ്റായേ. ഇത്രയും എപ്പോഴും ഗ്യാപ്പ് ഇട്ടേക്കണേ ഈ ഒരു ഗിയർ വയറിന്. ഇതിപ്പോൾ സിൽവർ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ അഴിക്കും, ഗോൾഡ് ആക്കിയിട്ട് ഞാൻ മാറ്റും. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് കിടക്കണം. ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് വടി പോലെ അങ്ങ് ഇരുന്ന് കളയും. അത് അങ്ങനെ പാടില്ല. ഇനി നമ്മളിതിനെ പ്രസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ലോക്കായി. ഇനി ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് വിടുക, ചേർത്തങ്ങ് കട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചോക്കർ റെഡിയായി. ഇനി അപ്പോൾ ഇതിന് ചരടും കൂടി ഇട്ട് ബാക്ക് ത്രെഡും കൂടി ഇട്ട് കാണിക്കാം കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമോ?
അങ്ങനെ അടുത്ത ചോക്കർ മാല ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ മാല ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ പെട്ടെന്ന് വന്ന ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് കാണിക്കുന്നതല്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ദിവസമല്ല 2 ദിവസം എടുത്ത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഓരോന്നിനും ഓരോ കണക്കുണ്ട്. ചില ബീഡ്സ് കിട്ടുമ്പോൾ ചില ചോക്കർമാലിൻ്റെ ഈ അകത്ത് ഇതാ നമ്മുടെ ബൊമ്മ ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കണേ. അപ്പോൾ ഈ കണക്കെന്ന് പറയാനായിട്ട് ചില ബീഡ് ഇതാ ഈ ഒരു ഹോളുള്ള മീനാക്കാരി ബോൾസ് ഇതിനൊരു കണക്കുണ്ട്. ഇതിനിടയ്ക്ക് ഇത് കണ്ടിട്ടേക്കുന്ന കണക്കാണ്. അപ്പോൾ വന്നിട്ട് ഈ ഒരു ഷേപ്പ് വരുമ്പോഴത്തേക്ക് അതിന് വേറൊരു കണക്ക്. അപ്പോൾ ഇതൊക്കെ ഒരു കണക്കാണ്, അല്ലാതെ ഞാൻ ചുമ്മാ അങ്ങ് ചെയ്യുകയല്ല. അപ്പം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നമുക്ക് ഈ ഒരു ഇത്രയും സമയത്തിനകത്ത് കൊണ്ട് അവതരിപ്പിക്കണ്ടേ. അപ്പം ഞാൻ 2 ദിവസത്തിന് മുൻപേ വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ വീട്ടുകാര്യങ്ങളുണ്ട്, മറ്റു കാര്യങ്ങൾ, ഹോസ്റ്റൽ കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പല ജോലികൾ കിടക്കുന്നുണ്ട്. എനിക്ക് പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? വാട്സപ്പിനകത്ത് നിങ്ങളൊന്നീ മെസ്സേജ് അയക്കുക, അല്ലെ വോയിസ് ഇടുക. അപ്പം ഞാൻ തീർച്ചയായിട്ടും വന്നിട്ട് നിങ്ങൾക്ക് വോയിസിനുള്ള മറുപടി തരുന്നത്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചും വിളിക്കുന്നതാണ്. വിളിക്കാതൊന്നും ഇരിക്കത്തില്ല. എൻ്റെ സമയക്കുറവ് കൊണ്ട് മാത്രമാണ് നിങ്ങളെയൊക്കെ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് എന്നെ ഒരുപാട് പേര് ഇതിലൂടെ എന്നെ വിളിക്കുന്നുണ്ട്, ഷോപ്പുകാർ വിളിക്കുന്നുണ്ട്, അല്ലാത്തവർ എന്നെ വിളിക്കുന്നുണ്ട്, പഠിക്കുന്നവർ വിളിക്കുന്നുണ്ട്, അമ്മമാർ വിളിക്കുന്നു, എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ വോയിസ് ഇടുക. വോയിസ് ഇടാൻ അറിയത്തില്ലെങ്കിൽ മെസ്സേജ് എങ്കിലും അയയ്ക്കുക. പറ്റാത്തൊരു മാത്രം എനിക്ക് കോൾ ചെയ്യുക കേട്ടോ. കഴിവതും അങ്ങനെ ചെയ്യുക. ഞാൻ തിരിച്ച് വിളിക്കാതിരിക്കത്തില്ല, ഉറപ്പാണ്. എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ വിളിക്കാം. ഞാൻ ഉറങ്ങുന്നത് തന്നെ നിങ്ങൾക്കറിയാം, 1 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. അരച്ച നൈറ്റിൽ വേറൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം ഞാൻ പറയുന്നില്ല, അത് സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. ആ വർക്കിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഇരുന്ന് 1 മണി വരെ ഇരുന്നാണ് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കിത് കൂടാതെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, ഒരു ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ, രാധാജിത്ത് വ്ളോഗ് എന്നാണ്. പിന്നെ ഫേസ്ബുക്ക് പേജ് ഒരു വ്യത്യാസമുണ്ട്, രാധാജിത്ത് വെറൈറ്റി വ്ളോഗ് എന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം സെയിം പേരുകളായിരുന്നു എല്ലാത്തിൻ്റെയും. പക്ഷേ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ വീണ്ടും എനിക്ക് 26,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഇത് യൂട്യൂബിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അതും നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോക്കർമാല മാത്രമല്ല, ഒരു പാദസരമല്ല, ഒരു മാലയല്ല, വളകളല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചോക്കറിൽ തന്നെ പല മോഡലുണ്ട്. അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ചോക്കറാണ്, അതുകൊണ്ടാണ് ചോക്കർ 1 എന്നിടുന്നത്. കാരണം എന്ത് 1 എന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോണം, തുടർന്ന് നമുക്ക് ഒരുപാട് ഐറ്റംസ് അതിൻ്റെ തന്നെ വെറൈറ്റി ഉണ്ടെന്നുള്ളത് ചിന്തിച്ചോണം. അപ്പം നമ്മൾ പതുക്കെ എല്ലാം കൊണ്ടുവരുന്നതാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ ജ്വല്ലറിയുടെ മെറ്റീരിയൽസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഇവിടെ നമുക്ക് ദിവസങ്ങൾ കൂട്ടിക്കൊടുക്കാം ജ്വല്ലറിയുടെ. അപ്പോൾ ഇപ്പം തൽക്കാലം ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ 2 ദിവസം പോട്ടെ. നമുക്ക് ഇനി എല്ലാം മെല്ലെ നമുക്ക് പുതിയ വെറൈറ്റി ആയിട്ട് വീണ്ടും കാണാം. വരുന്ന ശനിയാഴ്ച നമ്മൾ കാണുന്നതാണ് വീണ്ടും അടുത്ത ജ്വല്ലറി ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.